ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തലമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനി എന്തായാലും ആ ഒരു പരിപാടിക്ക് പോകുന്നില്ല എന്ന് പറയാണ്. ഞാനൊന്നുമില്ല മലേഷ്യൻ ആ ഒരു ഫസ്റ്റിന് പോവാനായിട്ട്, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല എന്ന് അനി പറയാണ്. അത് കേൾക്കണ ജലജക്ക് ഭയങ്കര സന്തോഷമാവാണ്. അഭി വരുമ്പോ ജലജ പറയുന്നുണ്ട്, മോനെ ദേ അനി ആ പരിപാടിക്ക് പോകുന്നില്ലെന്ന്, ആ ഫസ്റ്റിന് അഭി പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. സത്യമാണോ അമ്മേ? അവൻ അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. മുമ്പ് ആദർശാണെങ്കിൽ ശരി, ആദർശിന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയിട്ട് പരിചയമുണ്ടല്ലോ. പിന്നെ നല്ല അടിപൊളി ഡിസൈനും ആയിരുന്നു അവരുടെ. ഇപ്പൊ ഇവരുടെ കമ്പനിയിൽ ആരുണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട്? അതുകൊണ്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ മുത്തശ്ശനോട് മുത്തശ്ശിട്ടത് പറയുകയും ചെയ്തു. അച്ഛനാണെങ്കിൽ പറയുകയും ചെയ്തു, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോവണ്ടെന്ന്. അമ്മക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അച്ഛന്റെ താല്പര്യമാണല്ലോ അവസാന തീരുമാനം. അച്ഛൻ പോവണ്ടെന്ന് പറഞ്ഞ അവൻ പോവത്തില്ല, അവനും താല്പര്യമൊന്നുമില്ല. അപ്പോ എതിരാളികൾ ആരുമില്ല അല്ലേ അമ്മേ? അപ്പോ AN ജ്വല്ലറി തന്നെ വിജയിക്കും. ഞാൻ ഈ സന്തോഷ വാർത്ത അച്ഛനോട് പറഞ്ഞിട്ട് വരട്ടെ. അച്ഛനോ? ഏതച്ഛൻ? അത് ഡേവിഡ് സാർ. ഡേവിഡ് സാറിനെ അച്ഛനെ പോലെയാണ് കാണുന്നത്. അയാളെ നീ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ആരെ പോലെ വേണമെങ്കിലും കണ്ടോ. എന്തായാലും അനി പോകുന്നില്ല, അതുകൊണ്ട് ഇതെന്തായാലും നിങ്ങൾക്ക് തന്നെ കിട്ടാനാണ് ചാൻസ് എന്ന് ജലജ പറയണം. അമ്മേ ഇതെങ്ങനെ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ കലക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി നേരെ ഡേവിഡിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ മറ്റേ അച്ഛനും അബിയുടെ അച്ഛനും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നാഗേന്ദ്രനും ഉണ്ട്, ഡേവിഡ് ഉണ്ട്, അബി ഉണ്ട്. അവര് മൂന്നേട് വെള്ളം അടിച്ച് ഭയങ്കര ആഘോഷിക്കുകയാണ്. അനി പേടിത്തൂറൻ, അവൻ ഈ പരിപാടിക്കേ പങ്കെടുക്കുന്നില്ലെന്ന്. അവന്റെ ഒരു കാര്യം, എന്തായാലും ഇതിൽ നമ്മൾ തന്നെ വിജയിക്കുന്നേ. മാളവിക എടുത്ത് പ്രത്യേകം പറയണം, നല്ല അടിപൊളി ഡിസൈൻ തന്നെയാ ഉണ്ടാക്കാനായിട്ട്. 3 റൗണ്ട്സ് ആണ് വരുന്നത്. ട്രഡീഷണൽ, അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ഒരു വലിയൊരു ചെയിൻ ഉണ്ടാക്കല്, പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം, ഇങ്ങനെ 3 എന്തോ ഒരു ഇതാണ് വരുന്നത്. 3 റൗണ്ട്സ് ആയിട്ടാണ് വരുന്നത്. ആ 3 റൗണ്ട്സിൽ നമ്മൾ തന്നെ വിജയിക്കണം. അതിനെ മാളവിക എടുത്ത് പ്രത്യേകം പറയണം എന്നൊക്കെ നാഗേന്ദ്രൻ നമ്മുടെ ഡേവിഡിനോട് പറയണം. അപ്പൊ ഡേവിഡ് പറഞ്ഞു, അതൊക്കെ മാളവിക വേണ്ട പോലെ ചെയ്തോളും. ഓൾറെഡി അവൾ ട്രഡീഷണൽ ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞു ഡിസൈൻ. ഈ 2 കൂടിയല്ലേ ഉള്ളൂ, അത് അവള് തന്നെ ചെയ്തോളും. എന്തായാലും ഈ ഫെസ്റ്റിനെ നമ്മൾ തന്നെ വിചാരിക്കും. AN ജ്വല്ലറി അങ്ങ് മുകളിലെത്തും, ആരും കയ്യെത്തി പോലും പിടിക്കാൻ പറ്റുന്ന അത്ര മുകളില്. അധികം നാഗേന്ദ്രൻ സന്തോഷിക്കുകയാണ്. ഇത് മതി, ഇത് മാത്രം എനിക്ക് മതി. വർഷങ്ങൾക്ക് മുമ്പ് ആ മൂർത്തി, അയാളുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു, എന്നെ അയാൾ പടിയടച്ച് പിണ്ടം വെച്ച പോലെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അയാൾക്കുള്ളൊരു മറുപടിയാണിത്. അയാളുടെ വിചാരം എന്താണ്, മൂർത്തി ജ്വലനേക്കാളും തലപ്പത്ത് വേറെ ആരും എത്തില്ലെന്നാണ്. എന്തായാലും അയാൾക്കൊരു തിരിച്ചടി തന്നെയായി മൂർത്തി മുത്തശ്ശൻ. ഇനി മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാട്ടോ അവര്. അതേസമയം മാളവികത്ത് നമ്മുടെ ആദർശ് വിളിച്ചു പറയുന്നുണ്ട്, മാളവികയെ നയന കുറച്ച് ഡിസൈൻ നിനക്ക് അയച്ചു തരും, നീ അതിന്റെ പ്രിന്റ് എടുത്ത് നീ അത് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് അതിലൊരു ഡിസൈൻ മാത്രം കാണിക്കേണ്ട, അത് സർപ്രൈസ് ആയിട്ട് ആ ഒരു ഫസ്റ്റിനെ കാണിക്കാം എന്നൊക്കെ നീ പറയണം. ശരി സർ, അത്ര നല്ല ഡിസൈൻ ഒന്നും വേണ്ട കേട്ടോ, കാരണം എങ്ങനെ വന്നാലും മൂർത്തീസ് ജ്വല്ലറി ഫസ്റ്റ് ആവണം. അപ്പൊ 2 സ്ഥലത്തും ഡിസൈൻ വരച്ചിട്ട് നയന മേഡം ആണല്ലോ. നയന മേഡത്തിന്റെ ആത്മാർത്ഥമായിട്ട് AN ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ഒന്നും വരയ്ക്കേണ്ടെന്ന് പറഞ്ഞേക്ക്. കാരണം മൂർത്തി ജ്വല്ലറി വേണം വിജയിക്കാൻ, അതാണല്ലോ നമ്മുടെ ആവശ്യം. അതൊക്കെ അറിയാം, പക്ഷെ അവർക്ക് സംശയം തോന്നാൻ പാടില്ലല്ലോ മാളവികയെ. പിന്നെ ഞാൻ പറഞ്ഞ ആ കിങ് ഓഫ് കോബ്രയുടെ കാര്യം നീ അന്വേഷിക്കുന്നുണ്ടോ? നാളെ അബി ഹോട്ടൽ റൂമിലേക്ക് വരണോന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ റൂമിലേക്കോ? അതെ, അവൻ എന്റെ പ്രണയത്തിൽ വീണു സാർ എന്ന് പറയാണ്. എങ്കിലും നീ സൂക്ഷിക്കണം കേട്ടോ അബി, നീ വിചാരിക്കുന്ന പോലെയല്ല, അവനൊരു ലോക തരികിടയാണ്, വൃത്തികെട്ടവനാണ്. എനിക്കറിയാം സർ, ഞാൻ ആ കിങ് ഓഫ് കോബ്ര ആരാന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ് അബിയുടെ അടുത്ത് അടുക്കണത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അബിയായിട്ട് ഒരു ബന്ധവുമില്ല. മാളവികയെ ഞാൻ നിനക്ക് വാക്ക് തരാണ് എന്ന് ആദർശ് പറയുന്നുണ്ട്. നീ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് വന്നേക്ക്, നല്ലൊരു പൊസിഷനിൽ ഞാൻ നിനക്ക് ഇവിടെ ജോലി തരാം എന്ന് പറയാണ്. ശരി സർ, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് തന്നെ വരുവോളും. എൻ്റെ അച്ഛൻ മുതൽ അവിടെ സ്റ്റാഫായിട്ടിരുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടേക്കേ വരുള്ളൂ. അച്ഛനും അത് തന്നെയാണ് താല്പര്യം. നിന്റെ അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാളവിക എല്ലാം പറഞ്ഞ പോലെ ചെയ്യുമെന്നൊക്കെ എന്നോട് പറയണത്. അത് അച്ഛൻ പറയേണ്ട കാര്യമില്ല, നിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ മാളവികയെ. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, നീ എല്ലാം സൂക്ഷിച്ചും കണ്ടു വേണം ചെയ്യാനായിട്ട്. ഈ കിങ് ഓഫ് കോബ്ര ആളത്ര വിചാരിച്ച പോലെയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അബി ഒരു മണ്ടനാണ്, ഒരു പൊട്ടനാണ്. ഡേവിഡ് അതിനപ്പുറം മണ്ടനാണ്, പൊട്ടനുമാണ്. പക്ഷേ ഈ കിങ് ഓഫ് കോബ്ര അയാൾക്ക് 10 തലയാണ്. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിക്കാം ആദർശ് സാർ, ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്ന് പറയാണ്. ആ സമയത്ത് അബി ആണെങ്കിൽ മാളവികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹലോ മാളവിക, എന്തായി നമ്മുടെ ഡിസൈനൊക്കെ? സർ, ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. മാളവിക, എന്നിങ്ങനെ സാറിന്ന് വിളിക്കല്ലേ?
അബി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഓക്കെ അബി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുവിധം കഴിയാനായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഞാനത് കാണിക്കുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ട് ആ ഒരു ഫെസ്റ്റിന്റെ സമയത്ത് കാണിക്കാനാ എന്റെ ആഗ്രഹം. ഓ, അതൊക്കെ മാളവികയുടെ ഇഷ്ടം. ഞങ്ങൾക്ക് മാളവികനെ അത്ര വിശ്വാസമാണ്. മാളവികയുടെ ഓരോരോ ഡിസൈന് ഓരോരോ ദിവസം പോകുന്നൊരു ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാളവിക എന്ത് വരച്ചു കൂട്ടി ചപ്പ് ചവറിലിട്ടാൽ പോലും അത് അടിപൊളി ഡിസൈൻ ആയിരിക്കും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മാളവിക കലക്കണം കേട്ടോ, തീർച്ചയായിട്ടും. അല്ല, മാളവിക വരുന്നുണ്ട് ഫെസ്റ്റിന്, പിന്നെ ഞാൻ വരണമല്ലോ സർ, എന്നോട് ഡേവിഡ് സാർ അങ്ങനെയാ പറഞ്ഞത്. അതെ അതെ, മാളവിക വരണം, എന്റെ തൊട്ടടുത്ത സീറ്റിൽ മാളവികയും ഇരിക്കണം എന്ന് പറയാണ്. തീർച്ചയായിട്ടും സർ, ഞാൻ വരുന്നതായിരിക്കും എന്ന് മാളവികയും പറയണം. അതിനുശേഷം മാളവിക അടുത്ത് അഭി പറയുന്നുണ്ട്, പിന്നെ നാളത്തെ ദിവസത്തിന്റെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് സർ, നമ്മൾ ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ദിവസമല്ലേ? അതെ, മാളവിക വരില്ലേ? വരും സർ, തീർച്ചയായിട്ടും വരും എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ അഭി ക്ഷണിച്ചിട്ട് മാളവിക അങ്ങോട്ട് പോകുക കേട്ടോ. മാളവികയുടെ ഉദ്ദേശം അഭിനെ കുടിപ്പിച്ച് കിടത്തി എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു കിങ് ഓഫ് കോബ്ര ആരാന്ന് കണ്ടുപിടിക്കണം, അത് മാത്രമാണ്. അങ്ങനെ മാളവിക ആ അഭി വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് അഭിനെ കുടിപ്പിച്ച് അങ്ങോട്ട് കിടത്തുവാട്ടോ. എന്നിട്ട് അഭിയുടെ ഫോൺ മൊത്തം തെരഞ്ഞു പിടിക്കുന്നുണ്ട്. അതില് അഭിയും അതുപോലെ തന്നെ നമ്മുടെ നാഗേന്ദ്രനും അതുപോലെ തന്നെ അവന്തികയും തമ്മിലെടുത്ത സെൽഫി അതിലുണ്ട്. അപ്പൊ മാളവികക്ക് അറിയില്ല ആ സെൽഫിയിലുള്ള ആൾ ആരാണെന്ന്. പക്ഷെ ആ സെൽഫി എല്ലാം തന്നെ മാളവികയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അബീനെ അവിടെ തന്നെ കിടത്തിയിട്ട് മാളവികയുടെ പണി നോക്കി പോവാട്ടോ. പിന്നീട് ആ ഫെസ്റ്റ് നടക്കുന്ന സമയമാണ്. അവിടെ നമ്മുടെ അബിയും അതുപോലെ തന്നെ മാളവികയും ഡേവിഡൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അവസാന നിമിഷം ദയ വരുന്നു അനീനെ കാണുമ്പോ അബി പെട്ടെന്ന് ഇവനല്ലേ വരില്ലെന്ന് പറഞ്ഞത്, ഇവൻ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, അബി സാറേ, അത് ടെൻഷനൊന്നും ആവണ്ട, അവൻ എന്ത് ഡിസൈൻ കാഴ്ചവെക്കാനാണ്? വല്ല പൊട്ട ഡിസൈൻ കാഴ്ചവെക്കാനാണ് വരുന്നത്, വല്ല ഓൾഡ് ഡിസൈൻ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ ഓരോരോ റൗണ്ട് കഴിയും തോറും ഓരോരോ ജ്വല്ലറിക്കാർ ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മൂർത്തീസ് ജ്വല്ലറിയും AN ജ്വല്ലറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ്. അങ്ങനെ ആ ഒരു മലേഷ്യൻ ഗ്രൂപ്പ് ആ ഒരു ഫെസ്റ്റിലെ അവസാനം അവരവരുടെ തീരുമാനം പറയാണ്, ഞങ്ങൾ ഈ ഒരു ഇതില് വിജയിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമായത് AN ജ്വല്ലറിയുടെ ആണോ മൂർത്തീസ് ജ്വല്ലറിയുടെ ആണെന്ന് ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു ജ്വല്ലറിക്കാരായിട്ട് കരാർ ഒപ്പിടാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്രയും കോടി രൂപയുടെ കരാറാണെന്നൊക്കെ പറയുമ്പോൾ അബിയുടെയും അനിയുടെയൊക്കെ കണ്ണ് തള്ളിപ്പോട്ടെ. അവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഇരട്ടി രൂപയുടെ കരാറായിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അതിനുശേഷം രണ്ടുപേരുടെ ഡിസൈൻ മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ആ ഒരു തീരുമാനം പറയാണ്, അതെ, ഞങ്ങള് മൂർത്തി ജ്വല്ലറിയുടെ ആ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അബി ആകെ ഷോക്ക് ആവണേ. സർ, മൂർത്തി ജ്വല്ലറിയോ? സർ, ഇത് ഒത്തുകളിയാണ്. സാർ മനഃപൂർവ്വം മൂർത്തി ജ്വല്ലറിനെ പൊക്കുവാണ്. മൂർത്തി ജ്വല്ലറി ഒരിക്കലും നല്ല ഡിസൈൻ കാഴ്ചവെക്കില്ല. ഹേ മിസ്റ്റർ അബി, നിങ്ങൾ എന്തീ പറയണത്? മൂർത്തി ജ്വല്ലറിയുടെ ഡിസൈൻ നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ കാണിച്ചെടുക്കാണ്. അബിയും ഡേവിഡൊക്കെ ഞെട്ടിപ്പോണെന്ന്. സൂപ്പർ കിടിലൻ ഡിസൈൻ കേട്ടോ. നമ്മുടെ നായൻ അത്ര കഷ്ടപ്പെട്ട് ഇത്രയും നാളത്തെ ആ ഒരു കഷ്ടപ്പാടെല്ലാം മുഴുവൻ എടുത്തിട്ട് ഉണ്ടാക്കിയ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കാണ് ആ ഒരു കരാറ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അബിയും ഡേവിഡും അവന്തികയും നാഗേന്ദ്രനൊക്കെ തല കുമ്പിട്ട് അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.